ഇന്ത്യ എന്നാൽ ഏതെങ്കിലും ഒരു ഏകീകൃത ആശയമല്ല, മറിച്ച് വൈവിധ്യങ്ങളുടെ വലിയൊരു മഹാസമുദ്രമാണ്. 1986-ൽ നടന്ന ഒരു സംഭവമാണ്. സംഭവം നടന്നത് കോട്ടയം ജില്ലയിലെ കാണക്കാരയിലെ ഒരു സ്കൂളിലാണ്. അവിടെ പഠിച്ചിരുന്ന 3 കുട്ടികളെ ദേശീയഗാനം ആലപിച്ചില്ല എന്ന കാരണത്താൽ 1985 ജൂലൈയിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കി. യഹോവ സാക്ഷികൾ എന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഇവർ. തങ്ങളുടെ ദൈവം, അതായത് യഹോവ അല്ലാത്ത മറ്റാരെങ്കിലും ആദരിക്കുകയോ പ്രകീർത്തിക്കുകയോ ചെയ്യുന്നത് തങ്ങളുടെ മതവിശ്വാസത്തിന് എതിരാണെന്നായിരുന്നു ഇവരുടെ വാദം. എന്നാൽ ദേശീയഗാനം പാടുമ്പോൾ ഇവർ മറ്റു കുട്ടികൾക്കൊപ്പം എഴുന്നേറ്റ് നിൽക്കുകയും ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പുറത്താക്കലിനെതിരെ കുട്ടികളുടെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ദേശീയഗാനം ആലപിക്കുന്നത് ഭരണഘടനാപരമായ കടമയാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ആ ഹർജി തള്ളിക്കളഞ്ഞു. തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ച ഹർജിയിൽ ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡി, ജസ്റ്റിസ് എം ദത്ത് എന്നിവരടങ്ങിയ ബെഞ്ച് ഈ വിധി പ്രസ്താവിച്ചു. അതായത് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ മിണ്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉൾപ്പെടുന്നു എന്നത്. സ്വന്തം മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള മൗലികാവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. കുട്ടികൾ ദേശീയഗാനത്തോട് അനാദരവ് കാണിച്ചിട്ടില്ല, മറിച്ച് അവരുടെ വിശ്വാസ കാരണം അത് ചൊല്ലുക മാത്രം ചെയ്തില്ല എന്നുള്ളതാണ്. ദേശീയഗാനം ചൊല്ലുന്നത് തടസ്സപ്പെടുത്തുകയോ അനാദരവ് കാട്ടുകയോ ചെയ്താൽ മാത്രമേ കുറ്റകരമാകൂ. ദേശീയഗാനം ചൊല്ലുമ്പോൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നത് തന്നെ ആദരവാണ്. വിധിയുടെ പ്രാധാന്യം കുട്ടികളെ തിരികെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ ഉത്തരവിട്ട സുപ്രീം കോടതി നമ്മുടെ പാരമ്പര്യം സഹിഷ്ണുത പഠിപ്പിക്കുന്നു, നമ്മുടെ തത്വചിന്ത സഹിഷ്ണുത പ്രസംഗിക്കുന്നു, നമ്മുടെ ഭരണഘടന സഹിഷ്ണുത പരിശീലിക്കുന്നു എന്ന നിരീക്ഷണം നടത്തുകയും ചെയ്തു. ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ജനഗണമന ദേശീയഗാനം നിലനിൽക്കുമ്പോൾ മതപരമായ വ്യാഖ്യാനങ്ങളുള്ള വന്ദേമാതരം നിർബന്ധമാക്കുന്നത് രാജ്യത്തെ മതസൗഹാർദ്ദം തകർക്കാനും ചില ജനവിഭാഗങ്ങളെ 2ാം തരം പൗരന്മാരുമായി ചിത്രീകരിക്കാനുമുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ്. രാജ്യത്തിന്റെ ഭരണഘടനയെ ബഹുമാനിക്കുകയും വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഭാരതം യഥാർത്ഥത്തിൽ ശക്തമാകുന്നത്. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ കൂടി മാനിക്കുന്നതാണ് യഥാർത്ഥ ദേശസ്നേഹം. നിർബന്ധിത ദേശസ്നേഹത്തിനെതിരെ ഭരണഘടനാപരമായ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നാം ഒന്നിച്ചു നിൽക്കണം.